മൺകൂനകൾക്കുള്ളിലും പാറക്കെട്ടുകൾക്കിടയിലും മലവെള്ളപ്പാച്ചിലും ഞെരിഞ്ഞമർന്ന് പ്രാണൻ നഷ്ടപ്പെട്ടവരെ ഇനിയും തിട്ടപ്പെടുത്താനായിട്ടില്ല. മലമടക്കുകൾക്കുള്ളിൽ മാറ്റൊലി കൊള്ളുന്ന ദൈന്യതയുടെ നിലയ്ക്കാത്ത രോദനം ഇനിയും കെട്ടടങ്ങിയിട്ടില്ല. ആശയറ്റവർ, അഭയമറ്റവർ, അംഗഭംഗമറ്റവർ, നിരാധരായവർ, അങ്ങനെ വയനാടിൻ്റെ കാഴ്ചകൾ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്നതാണ്. കാലത്തിൻ്റെ കരുത്താർന്ന ഈ പ്രഹരം അതിജീവനത്തിന് വെല്ലുവിളി ഉയർത്തുന്നതാണ്. കരുണയും കരുതലുമായി ചുരം കയറിയെത്തുന്ന സാന്ത്വന നിശബ്ദങ്ങൾ പ്രത്യാശ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരങ്ങളുടെ ഉൾഭയം അകറ്റട്ടെ. ബാലഗോകുലം ഈ ഭയാനക മുഹൂർത്തത്തിൽ പ്രാർത്ഥനാ നിരതരാവുകയാണ്. മഹാദുരന്തത്തിൽ പൊലിഞ്ഞുപോയ ജീവാത്മാക്കൾക്ക് മുന്നിൽ ശാന്തി നേരുകയും അവശേഷിച്ച ജീവിതങ്ങളെ ചേർത്ത് പിടിച്ച് ഒപ്പം നിൽക്കുകയും ചെയ്യും. ആപൽ ബാന്ധവനായ ഭഗവാൻ കൃഷ്ണൻ നമ്മുടെ ദുഃഖമകറ്റി ശാന്തി ഏറട്ടെ. നമസ്തേ. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മത്തോട് അനുബന്ധിച്ചാണ്, അല്ലെങ്കിൽ ജന്മശേഷമാണ് നമ്മുടെ കൃഷ്ണവർഷം തുടങ്ങുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സമാധി അഥവാ സ്വധാമപ്രാപ്തിക്ക് ശേഷം കലിയുഗം നമ്മൾ തുടങ്ങുന്നത്. അത് ഇന്നത്തേക്ക് 5146 വർഷമായി ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വധാമത്തിലേക്ക് പോയിട്ടുണ്ട്. അതേസമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ചിട്ട് 5252 വർഷമാണ്. അപ്പോൾ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ലോകമെമ്പാടും കൊണ്ടാടുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഉണ്ണിക്കണ്ണന്മാരായി വേഷം കിട്ടി കൊണ്ടാടുന്നത് വെച്ചാൽ, ചെറിയ മനസ്സിൽ തന്നെ ഞാനും ഭഗവാനും തമ്മിലുള്ള, അത് വേഷം കെട്ടുന്ന കുട്ടിയും ഭഗവാനും തമ്മിലുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുക, അതുപോലെ ആ ഒരു ബന്ധം കൊണ്ട് കുട്ടിയുടെ ജീവിതത്തിലും വേഷത്തിന് ഒരുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവുക, അത് ആ കുട്ടിയുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവുക എന്നുള്ള പല ആഗ്രഹങ്ങളും നമുക്കതിൻ്റെ പുറകിലുണ്ട്. എന്താണെങ്കിലും ഈ വൈകിയ വേളയിൽ നമ്മുടെ ആശ്രമം ഇത്തരത്തിലുള്ള ഒരു ഘോഷയാത്രയ്ക്ക് ആതിഥേയരാവാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. കുറേ വൃത്തികേട് ഇവിടെ കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുകളിലും താഴെയുമായിട്ട് പണി നടക്കുന്നതിൻ്റെ വൃത്തികേടാണ്. അടുത്ത വർഷം നമുക്ക് കൂടുതൽ ശോഭനമായിട്ട്. കർമ്മയോഗമാണ് മാതൃഭൂമിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടാൻ പ്രേരണയായത്. ഭാരതമെന്ന പുണ്യഭൂമിയോടുള്ള ഭക്തി ഹൃദയത്തിൽ പ്രകാശിക്കുമ്പോഴാണ് നാം ഭാരതീയരാകുന്നത്. മാതാഭൂമി പുത്രോഹം പൃഥിവ്യാഹ എന്ന ദൈവിക മന്ത്രം നമസ്കാരം. ഭാരതം മാറുന്നതിൻ്റെ നാന്ദിയാണ് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനമായിട്ട് ആഘോഷിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ചിൽഡ്രൻസ് ഡേ ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അവർ നെഹ്റുവിൻ്റെ ജന്മദിനമാണ് പറയുക. ആ തെറ്റായ സംസ്കാരം, തെറ്റായ ചരിത്രം നമുക്ക് മാറ്റി എഴുതണം. അതിനുള്ള അശ്രാന്ത പരിശ്രമമാണ് കഴിഞ്ഞ 50 വർഷമായിട്ട് ബാലഗോകുലം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വർഷം കഴിയുന്തോറും അത് പൂർവാധികം ജനശ്രദ്ധ ആകർഷിക്കുകയും ജനപങ്കാളിത്തം കൂടി വരികയും ചെയ്യുന്നുണ്ട്. അത് വളരെ ശുഭോദർക്കമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ പ്രാവശ്യത്തെ ബാലഗോകുലത്തിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നുള്ളതാണ്. ഈ സനാതനധർമ്മത്തിൻ്റെ ജന്മഭൂമിയായ ഈ ഭാരതത്തിൽ ജന്മം കൊണ്ടിട്ടുള്ള അവതാരങ്ങളായി കഴിഞ്ഞു കഴിഞ്ഞാലും മഹത് പുരുഷന്മാരായി കഴിഞ്ഞാലും ഏവരെക്കാളും ഏറ്റവും കൂടുതൽ ഭാരതത്തിൻ്റെ
ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുള്ള ഒരു വ്യക്തിത്വം കൃഷ്ണൻ ഒഴിച്ച് മറ്റൊരാളെ നമ്മൾക്ക് കാണാനായിട്ട് കഴിയില്ല. ശ്രീരാമാവതാരം ശ്രേഷ്ഠമാണ്. കഴിഞ്ഞ മാസം നമ്മളത് ആഘോഷിച്ചു, രാമായണ മാസമായിട്ട്. പക്ഷേ ആ അവതാരത്തിൽ ദൈവിക ഭാവത്തെ മറച്ചു വെച്ചുകൊണ്ട് മാനുഷികമായിട്ടുള്ള മൂല്യങ്ങളും ആണ് ഭഗവാൻ പ്രദർശിപ്പിച്ചത്. പക്ഷെ കൃഷ്ണാവതാരത്തിൻ്റെ കാര്യത്തിൽ ദൈവിക അംശവും മാനുഷിക അംശവും സമഞ്ജസമായിട്ട് സമ്മേളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ജന്മത്തിലൂടെ ആ ജീവിതം കൊണ്ട് കളിയാടിയിട്ടുള്ളതായിട്ടുള്ള ആ മാഹാത്മ്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിളയാട്ടങ്ങൾ എത്ര തന്നെ പറഞ്ഞാലും എത്ര തന്നെ വർണ്ണിച്ചു കഴിഞ്ഞാലും അത് കഴിയില്ല, മതിയാവില്ല. അതാണ് ഭാഗവതം ഉദ്ഘോഷിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, കാരാഗ്രഹത്തിൽ ജനിച്ചതായ കണ്ണൻ യശോദാമ്മയുടെ ഉണ്ണിക്കണ്ണനായിട്ട് മാറുകയാണ്, കണ്ണിലുണ്ണിയായിട്ട് മാറുകയാണ്. അത് കഴിയുമ്പോഴോ പൂതനയ്ക്ക്, രാക്ഷസിയായിട്ടുള്ള പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുകയാണ്. ആ ഗോപകുമാരന്മാരുടെ കളിത്തോഴനായിരുന്നു അദ്ദേഹം. ഗോപികമാരുടെയോ അവരുടെയെല്ലാം പ്രേമഭാജനമായിരുന്നു ഉണ്ണിക്കണ്ണൻ എന്ന് പറയുന്നത്. അക്രൂരൻ്റെ പ്രത്യക്ഷത്തിലുള്ള ദൈവമായിട്ടാണ് അക്രൂരൻ കാണുന്നത്. കംസനു ഈ അശരീരി ഉണ്ടായത് മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയും അദ്ദേഹം ശ്രീകൃഷ്ണൻ്റെ ഭയം കൊണ്ട്, ആരാണ് എന്ന് അറിയാതെ കണ്ട്, തൻ്റെ അന്തകനെ അറിയാതെ കണ്ടുള്ള ഭയം കൊണ്ട് ജീവിച്ചു പോരുകയാണ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഇടപെട്ടിട്ടുള്ള എല്ലാത്തിലും അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള തനതായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതിൽ നമ്മൾക്ക് ഊന്നി പറയേണ്ടത്, ദ്രൗപദിയുടെ മാനം രക്ഷിച്ചവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതേമാതിരി തന്നെ നരകാസുരൻ്റെ കോട്ടയെ ആക്രമിച്ച് അദ്ദേഹത്തെ വധിച്ചതിന് ശേഷം അവിടെ നിന്നുണ്ടായിരുന്ന 16,000 സ്ത്രീകളെ അദ്ദേഹം തടവിൽ പാർപ്പിച്ചിരുന്നു. ആ സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ മോക്ഷവും അന്തസ്സും ആഭിജാത്യവും സമൂഹത്തിൽ ജീവിക്കാനുള്ളതായിട്ടുള്ള എല്ലാം ഒരുക്കി കൊടുത്തിട്ടുള്ള ഒരു പുണ്യാത്മാവാണ് ശ്രീകൃഷ്ണൻ. ഇന്നത്തെ നമ്മളുടെ സാഹചര്യത്തിൽ സ്ത്രീകൾ അവർ അർഹിക്കുന്നതായിട്ടുള്ള മാന്യതയോ ബഹുമാനമോ സംരക്ഷണമോ ബാക്കിയുള്ളതോ കിട്ടുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വസ്തുതയാണ്. ആ രീതിയിൽ നോക്കുമ്പോൾ സർക്കാരുകളായി കഴിഞ്ഞാലും ബാക്കിയുള്ള ഏത് സാമൂഹ്യ സാംസ്കാരിക സംഘടനകളായി കഴിഞ്ഞാലും സ്ത്രീകളുടെ ആഭിജാത്യത്തിനും അന്തസ്സിനും വേണ്ട സംരക്ഷണം ഒരുക്കണം എന്നുള്ളത് നമ്മൾക്ക് ഇതിൽ കൂടെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അടുത്ത വർഷം ഒരുപക്ഷെ നമ്മളുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് അതായിരിക്കും. ഇപ്രാവശ്യത്തേത് പുണ്യമീ മണ്ണ് പവിത്രമീ ജന്മം എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ബാലഗോകുലത്തിൻ്റെ ആഹ്വാനപ്രകാരം എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ രക്ഷിതാക്കൾക്കും അവരുടെ കുഞ്ഞുങ്ങളെ പങ്കെടുപ്പിക്കുന്നതിലും വേഷം കെട്ടുന്നതിലും ഈ ആശ്രമത്തെ ഒരു അമ്പാടിയാക്കി മാറ്റിയിട്ടുള്ളതായിട്ടുള്ള ഇതിൻ്റെ എല്ലാ ഭാരവാഹിത്വവും വഹിച്ചിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞതായിട്ടുള്ള ആശംസകളും സ്നേഹാദരങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു. നന്ദനന്ദന ഗോവിന്ദ നന്ദഗപാല നാരായണ ഗോവിന്ദ നന്ദകിശോര മഞ്ഞപ്പെട്ട് ഞൊറിഞ്ഞുടുത്ത് കാട്ടിലഞ്ഞി മാലയിട്ട് നല്ല മുളം തണ്ടുമുളും ഗാനമോടെ ഓടിവായ് വേണുഗാനമോടെ ഓടിവായ് വേണുഗാനമോടെ ഓടിവായോ. നീലാഞ്ജന സുന്ദര നീലശ്യാമ മോഹന മായ മുരളീധര
കണ്ണാ നിന്നെ കാണാൻ കാർമുകിലിൻ ചേലഴക് പീലിയുണ്ടേ മാലയുണ്ടേ പുഞ്ചിരിയോ നൂറഴക് അറു പുഞ്ചിരിയോ